നമസ്കാരം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് തൊട്ടു മുന്നേ ഏറ്റവും ആദ്യം വന്ന് പ്രകടനം നടത്തി BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും വലിയ രീതിയിൽ ഘോരഘോരം മുദ്രാവാക്യം വിളിച്ചതും പ്രകടന പരിപാടികളും വലിയ രീതിയിൽ ആഘോഷം നടത്തിയതും SDP ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വിഷയം ഓർമ്മയുണ്ടാകുമെന്ന് നല്ലപോലെ എനിക്കറിയാം. കാരണം അത് വലിയ തരത്തിൽ നമ്മുടെ കേരളം ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ത്യചർച്ചകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിൽ SDP-യും കോൺഗ്രസും വലിയ തരത്തിൽ SDP ആഹ്ലാദം പ്രകടിപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, അത് അവരുടെ ഇഷ്ടമല്ലേ, ഇവിടെ ഒരു ജനാധിപത്യ മൂല്യം അല്ലെങ്കിൽ മതേതരത്വം ഉറപ്പിച്ചു നിൽക്കുന്ന വലിയ രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് മതേതരത്തിന്റെ മൂല്യങ്ങൾ മുന്നിലോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഘപരിവാർ വിരോധികൾ ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തും. അതിലിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് ഇവരുടെ പ്രതികരണം ഉണ്ടായത്. SDP-യോട് ചോദിച്ച സമയത്ത് അല്ലെങ്കിൽ SDP-യുടെ നേതാക്കന്മാരോട് പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പരാജയപ്പെട്ടാൽ മതി, തൃശ്ശൂർ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതായിരുന്നു ഞങ്ങളുടെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം. അത് ഞങ്ങൾ പാലക്കാട് നടപ്പിലാക്കി. അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടി എന്നുവെച്ചാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുണ്ടായിരുന്ന പല പ്രചരണ പ്രവർത്തനങ്ങളിലും SDP-യുടെ പ്രവർത്തകർ വലിയ രീതിയിൽ സജീവമായിരുന്നു. അവർ വീട് വീടാന്തരം ഇറങ്ങി വോട്ട് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പല BJP കേന്ദ്രങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പാലക്കാട് നിന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് SDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആവേശമായിരുന്നു അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരമായിട്ട് നടത്തിയത്. അതിൽ കൃത്യമായിട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ മൗനം നടിച്ചുകൊണ്ട് ആയിക്കോട്ടെ, ഞങ്ങൾ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് അവർ നിരന്തരമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് SDP അവിശുദ്ധ ബന്ധം അത് കൃത്യമായിട്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. കൂട്ടത്തിൽ ഇതിലൊരു വലിയ രീതിയിലുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ SDP-യെ തള്ളിപ്പറയാനായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ എന്തിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും തയ്യാറായിരുന്നില്ല. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്ക് പിടിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അന്നത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിൽ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നുണ്ട്, SDP-യുടെ വോട്ട് നിങ്ങൾ പാലക്കാട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ട എന്നോ വേണമെന്നോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉത്തരം കൊടുക്കാതെ വേണമെന്ന് പറയുന്നുമില്ല, എന്നാലിട്ട് വേണ്ട എന്ന് അങ്ങനെയും പറയുന്നില്ല. അപ്പൊ ഈ രീതിയിലായിരുന്നു ഈ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് അവർക്കറിയാം SDP-യുടെ പിന്തുണ തങ്ങൾക്കാണെന്നും അടിസ്ഥാനപരമായിട്ട് ഇവരുടെ നേതാക്കന്മാർ തമ്മിൽ അവിശുദ്ധമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അവർ പരസ്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് SDP-യുടെ വോട്ടും വേണ്ട, അവരുടെ സഹായം വേണ്ട എന്ന് പറയാനുള്ള കപ്പാസിറ്റി ചങ്കൂറ്റം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. രാഹുൽ ചെയ്ത കാര്യം എന്താണ്? ഇതിൽ മറുപടി കൊടുക്കാതെ SDP ഒരു നിരോധിത പ്രസ്ഥാനമല്ല, അപ്പോൾ ഞങ്ങൾ എന്തിന് അതിനെതിരെ സംസാരിക്കണം എന്നുള്ള രീതിയിലേക്കാണ്. SDP നിരോധിച്ചിട്ടുള്ളൊരു സംഘടനയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെതിരെ സംസാരിക്കാമെന്നാണ്. നമ്മൾക്കറിയാം ഇവിടെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു മുഖമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് SDP എന്ന് നമുക്ക് എല്ലാവർക്കും. പക്ഷെ ആ വിഷയത്തെ കൃത്യമായിട്ട് മറച്ചു വെച്ചുകൊണ്ടും അതിൽ ഒരു പ്രതികരണം നടത്താതെ വലിയ രീതിയിൽ തന്നെ SDP എന്ന് പറയുന്ന സംഘടനയെ തള്ളിപ്പറയാതെ കൃത്യമായിട്ട് അവരുടെ സഹായ സഹകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അത് വലിയ രീതിയിൽ വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമൊന്നുമല്ല. ഒരു 3 മാസങ്ങൾക്ക് അല്ലെങ്കിൽ 3 മാസങ്ങൾക്ക് മുന്നുള്ള ഒരു വിഷയം മാത്രമാണ്. ഡിസംബറിലായിരുന്നു ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് വന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് SDP-ക്ക് പല മണ്ഡലങ്ങളിലും 5000 മുതൽ 10000 വോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിയാൽ പുളിക്കുമോ എന്നുള്ള അവർ സ്ഥാനാർത്ഥികളെ പോലും നിർത്താതെ ഈ പറയുന്ന കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി വലിയ രീതിയിൽ മുന്നോട്ട് വന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്, കോൺഗ്രസിന് കൃത്യമായിട്ട് ഇവരോട് ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ LDF അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ SDP-യുമായിട്ടുണ്ട്. അത് നോക്കുമ്പോഴാണ് ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെ ഒരു സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. നേമത്ത് എന്താണ് നടന്നത്?
നേമം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടിയോട് പരാജയപ്പെടുന്നു. ശിവൻകുട്ടിയും കുമ്മനം രാജശേഖരൻ ഈ രണ്ട് വ്യക്തികളുടെ വ്യക്തിത്വവും പ്രവർത്തന രീതിയും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുമ്മനം രാജശേഖരൻ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ച് BJPക്ക് സംഘടനാ സംവിധാനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉള്ളൊരു മണ്ഡലം. നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു O രാജഗോപാൽ അവിടെ നിന്ന് വിജയിച്ചതാണ്. നല്ലൊരു വോട്ടിംഗ് ശതമാനത്തിന് വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ എങ്ങനെയായാലും നമ്മുടെ കുമ്മനം രാജശേഖരനെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് LDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു അവസ്ഥ കൂടി കണ്ടു. അപ്പോൾ ഇത് കണ്ട സമയത്ത് SDP LDFന്റെ സ്ഥാനാർത്ഥി നിസ്സാരമായിട്ട് വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, SDPയുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പരസ്യമായിട്ട് അന്ന് പറഞ്ഞതാണ്, ഞങ്ങളുടെ ഇത്തവണത്തെ വോട്ട് 10,000-ഓളം വോട്ടുകളാണ് ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിലുള്ളത്, അത് ഞങ്ങൾ LDFന് നൽകും, ശിവൻകുട്ടിക്ക് നൽകും എന്നുള്ളതാണ്. കാരണം ഇവിടെ ഞങ്ങൾക്ക് LDFോ കോൺഗ്രസോ അല്ല ഇവിടെ ഞങ്ങൾക്ക് ശത്രു, ഇവിടെ ഞങ്ങളുടെ ശത്രു BJP ആണ്. BJPയുടെ ഈ സീറ്റ് നഷ്ടപ്പെടുത്തുക എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഞങ്ങളത് നടപ്പിലാക്കും. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് SDPയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും കൃത്യമായിട്ടുള്ള വോട്ട് വാങ്ങി ഇവിടെയുള്ള LDFും UDFും പല മണ്ഡലങ്ങളിലും അവരുടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. അത് നേമത്താണെങ്കിലും അവസാനമായിട്ട് നടന്ന പാലക്കാടാണെങ്കിലും ഇതേ സിറ്റുവേഷൻ തുടരുന്നു. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഇപ്പോൾ ഈ ഒരു സമയം വരെ ഇത്രയും സമയമായിട്ട് SDP-യുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MK ഫൈസി ഗുജറാത്തുകാരനോ മഹാരാഷ്ട്രക്കാരനോ ദില്ലിക്കാരനോ ഗോവക്കാരനോ അല്ലെങ്കിൽ ആസാമിൽ നിന്നോ പശ്ചിമ ബംഗാളിൽ നിന്നോ ആളല്ല. ഈ കേരളത്തിലെ തൃശ്ശൂർ പട്ടിക്കാട് സ്വദേശിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ LDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാര് കേരളത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായി വളർന്നു വന്ന SDP-യുടെ ഇവിടുത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ദേശീയ ഒരു അധ്യക്ഷ പദവി വഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബന്ധമുള്ള ഒരാളെ ED തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ കള്ളപ്പണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇത്രയും സമയമായിട്ട് ഇവർ ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് UDFന്റെയും LDFന്റെയും നേതാക്കന്മാർ തയ്യാറാകാത്ത ഒരു കാര്യം അവർ നിരീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്താണ് ഞങ്ങൾ പറയുന്നത്? കാരണം ഞങ്ങൾ ഇത് ഏത് തരത്തിൽ ഞങ്ങൾക്ക് തള്ളിക്കളയാനായിട്ട് പറ്റും. കാരണം വരാനിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷം നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ SDP പോലെ ഒരു സംഘടന കേരളത്തിൽ വ്യക്തമായിട്ടുള്ള സ്വാധീനത്തിലേക്ക് ഒരു വളർന്നു വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ സാമ്പത്തികമൊക്കെ ഇറക്കി അവർക്ക് പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള വോട്ട് ശതമാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിജയം നിർണ്ണയിക്കാൻ പറ്റുന്ന വോട്ടൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ SDP പോലെയുള്ള ഒരു സംഘടനയെ ഏത് തീവ്രവാദ സംഘം എത്രത്തോളം രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്താലും ഞങ്ങൾ അവരെ വിമർശിക്കാൻ നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഏത് ആൾക്കാരുടെ ഏത് രാജ്യദ്രോഹിയുടെ വോട്ട് വാങ്ങിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ നാട്ടിലുള്ള UDFും LDFും ഇത്രയും കാലമായിട്ട് തയ്യാറായി നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുക, ആർക്കാണ് നമ്മൾ ഇനി വോട്ട് ചെയ്യേണ്ടതെന്ന്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇവിടെ വളർത്താതിരിക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതിനുവേണ്ടി BJP വിജയിക്കുമെന്ന് സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി കൃത്യമായിട്ട് SDP-യുമായിട്ട് ആസൂത്രണം നടത്തിയിട്ടുണ്ട്. SDP-യുടെ വലിയ രീതിയിലുള്ള അവർ നല്ല രീതിയിൽ സാമ്പത്തികം ഈ പറയുന്ന പാലക്കാട് മണ്ഡലത്തിൽ BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്.